നിങ്ങളെന്തിനാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുമായി ഇത്രയധികം ശണ്ട കൂടുന്നത്? നിങ്ങളെന്തിനാണ് ഇത്രയധികം പുള്ളിയെ വിമർശിക്കുന്നത്? നിങ്ങൾ തമ്മിൽ വലിയ ശത്രുതയുണ്ടോ? ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്, നേരിട്ടും കമൻറ്റുകളിൽ കൂടെയും. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുമായി യാതൊരു ശത്രുതയുമില്ല എന്ന് ആദ്യം തന്നെ അറിയിക്കട്ടെ. എന്നാൽ സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുന്ന ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ ദുഷ്ടതകൾ, കുടിലതകൾ, കൗശലങ്ങൾ ജനത്തിന് മുമ്പിൽ തുറന്നു കാണിക്കേണ്ടത് ഏതൊരു വിശ്വാസിയുടെയും കടമ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിലും. എല്ലാ കാലവും ഇവിടെ ഉണ്ടാകും. ഇവിടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ ഒരു ക്രമത്തെ, ഒരു റൂബ്രിക്കിനെ കുറിച്ച്, ഒരു ആചാരത്തെക്കുറിച്ച് ഒരു രൂപതയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് വ്യത്യാസം തന്നെയാണ്. ഞാൻ സമ്മതിക്കുന്നു. അത് ഒന്നും കലഹിക്കാനും ഭിന്നിക്കാനുമുള്ള വഴിയാണ് എന്ന് ഞാൻ ഒരു കാലത്തും ചിന്തിച്ചിട്ടില്ല, ഇപ്പോഴും ചിന്തിക്കുന്നില്ല, ഇനിയും ചിന്തിക്കുക. ഈ വ്യത്യാസം പിന്നെ എന്തിനുള്ളതാണെന്നാണ് പാംപ്ലാനി ചിന്തിക്കുന്നത്? താങ്കൾ കൂടി ചേർന്ന് തയ്യാറാക്കിയ കുർബാനക്രമത്തിലെ വ്യത്യാസം തന്നെയാ എന്ന് എത്ര ചങ്കൂറ്റത്തോടെയും ഉളുപ്പില്ലാതെയുമാണ് ഇയാൾ പരസ്യമായി പറയുന്നത്. ഒരിക്കലും ഇത് ശരിയാവില്ല, ശരിയാക്കാൻ ഉദ്ദേശവുമില്ല എന്നല്ലേ ഇതിൻ്റെ ധ്വനി? ഞാൻ വാങ്ങിച്ച 10 മാമ്പഴത്തിൽ ഒരെണ്ണം ചീഞ്ഞതാണ്, എങ്കിലും അത് തിന്നാൻ കൊള്ളില്ല എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, ഇപ്പോഴും ചിന്തിക്കുന്നില്ല, ഇനിയും ചിന്തിക്കുകയില്ല എന്നല്ലേ ഇയാൾ പറയുന്നത്? ഇയാളൊരു സഭയെ നയിച്ചാൽ എങ്ങനെയിരിക്കും? ഇയാളുടെ ചാരവൃത്തിക്ക് സ്വയം അടിവരയിടുന്ന മറ്റൊരു പ്രസ്താവന നോക്കാം. ആശയപരമായ ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഭിന്നിച്ച് മാറാനോ എതിർത്ത് തോൽപ്പിക്കാനോ അകറ്റി നിർത്താനോ ഉള്ള കാരണങ്ങളാണ് എന്ന് ഞാൻ ഒരു കാലത്തും വിശ്വസിക്കുന്നില്ല. ആശയപരമായ വ്യത്യാസം പോലും. അത്തരം സാഹചര്യങ്ങളിൽ പിന്നെ എന്താണ് നിങ്ങളുടെ സുചിന്തിതമായ തീരുമാനം എന്ന് വ്യക്തമാക്കൂ പാംപ്ലാനി. നിങ്ങൾ എന്ത് പറയുമ്പോഴും സഭയുടെ സിനഡിൻ്റെ ഞങ്ങളുടെ സുചിന്തിതമായ തീരുമാനം എന്നാണല്ലോ പറയുക. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ താങ്കളുടെ സുചിന്തിതമായ തീരുമാനം എന്താണ്? എതിർത്ത് തോൽപ്പിക്കുകയും അകറ്റി നിർത്തുകയും വേണ്ട, തിരുത്തൽ വേണമെന്ന് നിങ്ങൾക്ക് എല്ലാ കാലത്തും തോന്നേണ്ടതല്ലേ? ഇതൊന്നും ഒരു കാലത്തും വിശ്വസിക്കുന്നില്ല എന്നല്ലേ നിങ്ങൾ ആവർത്തിക്കുന്നത്? നിങ്ങൾക്ക് ദൈവഭയം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒരു കാലത്തും ദൈവത്തിലും വിശ്വസിച്ചിട്ടില്ല എന്ന് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ വിശ്വാസികൾക്ക് പണ്ടേ ഉറപ്പായതാണ്. എന്നാലും ചോദിക്കട്ടെ, ബിഷപ്പ് പാംപ്ലാനി, നിങ്ങൾ എന്നെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും വിരോധമോ വിദ്വേഷമോ ഞാൻ സൂക്ഷിക്കുകയല്ല. അത് അങ്ങനെ ചെയ്താൽ ഞാൻ ക്രിസ്തു ശിഷ്യനല്ല, എനിക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ യോഗ്യതയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നയാളാണ്. അത് സത്യമാണ് പാംപ്ലാനി. നിങ്ങൾക്ക് അതിനൊരു യോഗ്യതയുമില്ലെന്ന് ഈ ആളൂർ പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ വ്യാജങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് തെളിയിച്ചു. അതുകൊണ്ട് ദയവായി താങ്കൾ ഇനി ജനങ്ങളെ വഞ്ചിക്കാൻ കുർബാന അർപ്പിക്കരുത്, ദൈവത്തെ പറ്റിക്കാമെന്നും കരുതരുത്. ഒരു സമാധാന അന്തരീക്ഷം ഒരു വിഭാഗത്തിൽ കൈവന്നു. അപ്പോൾ സിനഡിനോടൊത്തായിരിക്കും, പൂർണ്ണമായും ഞങ്ങളോടൊത്തായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ച കുറേ പേര് ഇതിനെല്ലാം എതിരായി തീർന്നു. നിങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. മാർപ്പാപ്പ നിർദ്ദേശിച്ചതും സിനഡ് അംഗീകരിച്ചതുമായ ഏകീകൃത കുർബാന എല്ലായിടത്തും നടത്തുമെന്ന് വിശ്വാസികൾ പ്രതീക്ഷിച്ചു. എന്നാൽ സഭയോടും വിശ്വാസികളോടും ദൈവത്തോടും ഒപ്പമാണ് എന്ന് വിശ്വാസികൾ പ്രതീക്ഷിച്ച മെത്രാന്മാരിൽ ചിലർ അതിനെ എതിർക്കുകയും എന്ത് വില കൊടുത്തും അത് നടപ്പാക്കാതിരിക്കുകയും ഈ സഭയെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് തീരുമാനിച്ചിറങ്ങുകയും ചെയ്യുന്ന ഭീകര കാഴ്ചയാണ് വിശ്വാസികൾക്ക് കാണേണ്ടി വന്നത്. അത് നിങ്ങൾ തന്നെയാണെന്ന് ഞങ്ങൾ എല്ലാ കാലത്തും ഉറക്കെ പറയും. സിനഡിനുണ്ടായിരുന്നു, ശ്ലൈഹിക സിംഹാസനത്തിന് അതുണ്ടായിരുന്നു, പരിശുദ്ധ മാർപ്പാപ്പായ്ക്ക്, വിശിഷ്യ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്കും അതുണ്ടായിരുന്നു. ആ അർത്ഥത്തിലാണ് പരിശുദ്ധ പിതാവ് നമുക്ക് നിർദ്ദേശങ്ങൾ തന്നത്. പരിശുദ്ധ പിതാവ് പറയുന്നത് എന്താണ്? സിനഡ് എന്ത് തീരുമാനിച്ചു അതെല്ലാവരും ചെയ്യണം. അതാണ് മാർപ്പാപ്പായുടെ നിലപാട്. സിനഡ് തീരുമാനിക്കുന്നത് പോലെ, കറക്റ്റ്, സിനഡ് തീരുമാനിക്കുന്നത് പോലെ നടത്താനല്ലേ മാർപ്പാപ്പ പറഞ്ഞത്? അത് നടപ്പിലാക്കിയോ? അതാണോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? പരിശുദ്ധ പിതാവ് നിർദ്ദേശിച്ചതുപോലെയാണ് സിനഡ് തീരുമാനമെടുത്തതെങ്കിൽ ഇവിടെ ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ലായിരുന്നല്ലോ. സിനഡ് തീരുമാനിക്കുന്നത് പോലെ നടപ്പിലാക്കാൻ പോപ്പ് പറഞ്ഞെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. സിനഡിന് എന്ത് തോന്നിയാസവും തീരുമാനിക്കാം എന്നല്ല മാർപ്പാപ്പ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം.
2021 ജൂലൈ 3 ഒരു കത്തിലെ ഈ ഭാഗം എത്ര വക്രബുദ്ധിയോടെയാണ് പാമ്പ്ലാനി വളച്ചൊടിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. 2013 നവംബർ 24 എഴുതിയ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന ലേഖനത്തിലാണ് മാർപ്പാപ്പ ഇങ്ങനെ ആദ്യം എഴുതിയത്. മാർപ്പാപ്പയുടെ 3 ലേഖനങ്ങളിലും ഇതേ വാചകം ആവർത്തിച്ചിട്ടുണ്ട്. തുടർന്ന് 2021 ജൂലൈ 3 കത്തിലും ആവർത്തിച്ചു. സമയം സ്ഥലത്തേക്കാൾ വലുതാണ് എന്നും ഐക്യം സംഘർഷത്തേക്കാൾ പ്രബലമാണ് എന്നും വിശ്വസിച്ചുകൊണ്ട് ദൈവജനത്തോടൊപ്പം സഭാപരമായ രീതിയിൽ ഒരുമിച്ച് നടക്കാൻ ഞാൻ നിങ്ങളോട് ശക്തമായി അഭ്യർത്ഥിക്കുന്നു എന്നാണ് മാർപ്പാപ്പ എഴുതിയത്. നിങ്ങളുടെ സഭയുടെ മഹത്തായ നന്മയ്ക്കും ഐക്യത്തിനും വേണ്ടി വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നതിനുള്ള ഏകീകൃത രീതി വേഗത്തിൽ നടപ്പിലാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് പുതിയ റാസ കുർബാന തക്സയുടെ അംഗീകാരത്തിൻ്റെ അവസരം ഞാൻ മനസ്സോടെ സ്വീകരിക്കുന്നു. സിനഡൽ തീരുമാനം നടപ്പിലാക്കാൻ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സഭയിലെ എല്ലാ അംഗങ്ങളിലും ഐക്യം, സാഹോദര്യം എന്നിവ വളർത്തട്ടെ. ക്ഷമയും ക്രമാനുഗതമായ പുരോഗതിയും ആവശ്യമായി വന്നേക്കാം. എന്നാൽ അതേ കത്തിൽ വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നതിനുള്ള ഏകീകൃത രീതിയുടെ ഉടൻ നടപ്പിലാക്കൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മെത്രാന്മാരോടും വൈദികരോടും അൽമായരോടും വ്യക്തമായി അഭ്യർത്ഥിച്ചു. നീട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ. ടൈം ഈസ് ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടത് ഉടനടി ചെയ്യുക എന്നും കൂടിയുണ്ട് അർത്ഥം. പാമ്പ്ലാനി പറയുന്നത് പോലെ സാവകാശം, എപ്പോഴെങ്കിലും, സൗകര്യം പോലെ എന്നല്ല. വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഒരാളെ നോക്കി കരയിൽ നിന്നിട്ട് കാര്യമില്ല. ഉടൻ രക്ഷപ്പെടുത്താൻ കഴിയണം. രോഗിക്ക് മരുന്നോ ശ്വാസമോ കൊടുക്കാൻ ഒട്ടും വൈകരുത്. സമയം വലുതാണ്. ഈ ആശയമാണ് പാമ്പ്ലാനി വിമത നിലപാടിനെ ന്യായീകരിക്കാൻ കുറുക്കൻ്റെ കൗശലത്തോടെ വളച്ചൊടിച്ചത്. ഐക്യം കൈവരിക്കുന്നതിനുള്ള പ്രക്രിയയ്ക്ക് ക്ഷമ, സംഭാഷണം എന്നിവയ്ക്ക് സമയം വേണ്ടി വന്നേക്കാം. പക്ഷേ നടപ്പാക്കൽ അനിശ്ചിതമായി നീട്ടിവെക്കാൻ മാർപ്പാപ്പ സിനഡിനെ അധികാരപ്പെടുത്തിയില്ല എന്ന് ഓർക്കുക.